പ്രിയമുള്ളവരെ, ഇന്ന് കാലത്ത് ടി വി പെട്ടി തുറന്ന് വാർത്ത കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. നമ്മുടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനടുത്ത് വെച്ച് 2 CISF ഉദ്യോഗസ്ഥർ, അതായത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വണ്ടിക്ക് സൈഡ് കൊടുക്കുന്നതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ 24 വയസ്സുള്ള ഒരു പാവം പയ്യനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തി. സാരമില്ല, പ്രശ്നമില്ല. നമ്മുടെ IAS വെങ്കിട്ടരാമൻ ബഷീറിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയിട്ട് ഇന്നും ജോലിയിൽ തുടർന്നിരുന്നു, യാതൊരു കുഴപ്പവുമില്ലാതെ. അതുപോലെ ഇവരെയും സർക്കാർ വെളുപ്പിച്ചെടുത്ത് ജോലിയിൽ തുടരാൻ അനുവദിച്ചോളൂ. അത് കുഴപ്പമൊന്നുമില്ല, പ്രശ്നമില്ല. അത് കഴിഞ്ഞുള്ള വാർത്ത എന്ന് പറയുന്നത്, മലപ്പുറത്ത് കാളേക്കാവിൽ ഒരു ടാപ്പിംഗ് തൊഴിലാളിയെ പുലി പിടിച്ചുകൊണ്ടുപോയി ഭക്ഷിച്ചതിൻ്റെ ബാക്കി ശരീരാവശിഷ്ടം കണ്ടെത്തി. അത് ഏതാണ്ട് 4 ലക്ഷം രൂപയിൽ പ്രശ്നം ഒതുക്കി തീർത്തു. പിന്നെ ഒരു ജോലി കൊടുക്കാവുന്ന വാഗ്ദാനമുണ്ട്. ബാക്കി തുക ഏതാണ്ട് 15 ലക്ഷത്തിലകം കൊടുക്കാവുന്ന ഒരു വാഗ്ദാനവും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ പ്രശ്നവും ഒതുക്കി തീർത്തു. മൂന്നാമത് ഏതാണ്ട് 7 or 8 വാഹനാപകടങ്ങൾ നടന്നിട്ടുണ്ട്. അത് കേരളത്തിൽ തുടർക്കഥയാണ്. അപകടം കൂടാതെ ജീവഭയമില്ലാതെ, മരണഭയമില്ലാതെ വണ്ടി ഓടിക്കാൻ കൊള്ളാവുന്ന ഒരു റോഡ് പോലും ഇന്ന് വരെ കേരളത്തിൽ ഒരു സർക്കാരും ഉണ്ടാക്കിയിട്ടുമില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ നമുക്ക് വ്യസനിക്കേണ്ടതില്ല. എന്നും കുന്നും അത് തന്നെയാണ് അനുഭവം. അതും പോയിട്ട് എന്നെ ഏറെ വേദനിപ്പിച്ചത് 2019 നിലമ്പൂർ ചാലിയാർ പുഴയ്ക്ക് കുറുകെ ഉണ്ടായിരുന്ന ഒരു പാലം തകർന്ന് അവിടെ 130 ആദിവാസി കുടുംബങ്ങൾ പുറംലോകം കാണാതെ ഇന്നും ചങ്ങാടം ഉന്തി ജീവിക്കുകയാണ്. അവർക്ക് ഇന്ന് വരെ ഒരു ചങ്ങാടം ഉണ്ടാക്കി കൊടുക്കുകയല്ല, ഒരു പാലം ഉണ്ടാക്കി കൊടുക്കാൻ ഈ 6-7 വർഷമായിട്ടും നമ്മുടെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. എന്നാൽ നമ്മുടെ ധനമന്ത്രി പ്രഖ്യാപിച്ചത് കഴിഞ്ഞ വർഷം 58,000 രൂപ നികുതി പിരിഞ്ഞു കിട്ടി. ഈ വർഷം അത് 93,000 കോടി വരെ ഉയർത്തി. മിക്കവാറും അടുത്ത വർഷം 1.5 ലക്ഷം കോടിയോളം ഉയർത്തും. അങ്ങനെ ജനങ്ങളെ പിഴിഞ്ഞ് ഈ നികുതി മേടിച്ചും കടം മേടിച്ചും ഒക്കെ കൂട്ടുന്ന കോടികൾ നമ്മളെ ഭരിക്കുന്ന 20 മന്ത്രി രാജാക്കന്മാരും അവരുടെ കുടുംബാംഗങ്ങളും അച്ചമ്പിമാരും സഖാക്കളും തിന്നുകുടിച്ചും സമ്പാദിച്ചും കൂട്ടുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും എന്നും തോളിൽ കലപ്പ തന്നെ. അതുപോലെ തന്നെയാണ് കോരനെന്നും കഞ്ഞി കുമ്പിളിൽ തന്നെ.